പോയിന്റ് പട്ടികയുടെ അവസാന സ്ഥാനങ്ങളിൽ നിന്ന് ഒരു മോചനം തേടി ബ്ലാസ്റ്റേഴ്സ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് ജയിച്ചു കയറുമ്പോൾ കിരീടമെന്ന പ്രതീക്ഷയൊക്കെ തുടക്കത്തിലെ കൈവിട്ടതാണ്. എന്നാൽ ഈ ജയം കൊണ്ട് മാത്രം മായ്ച്ചു കളയാവുന്നതല്ല കഴിഞ്ഞ കുറെ മത്സരങ്ങളിലെ ടീമിന്റെ തകർച്ച. റെലഗ്രേഷൻ എന്ന പേടി സ്വപ്നം കൺമുന്നിൽ നിൽക്കുമ്പോഴും ടീമിനോട് കാണിക്കുന്ന ഈ അവഗണനക്ക് മാനേജ്മെന്റ് മറുപടി പറയേണ്ടതുണ്ട്. ആരാധകർ മുഖം തിരിച്ച ഈ സന്ദർഭത്തിൽ വെസ്റ്റ്വുഡിന് ഈ ടീമിന് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് ഇനിയും കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ്. എന്തൊക്കെയായാലും ആരാധകർക്കിന്ന് ആനന്ദരാവാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളുകളും നേടിയത് മലയാളികളാണെന്നത് വർത്തമാനത്തേക്കാൾ ആരാധകർക്ക് സന്തോഷം പകരുന്നത് മറ്റെന്താണ്. നിഹാൽ സുധീഷും വിപിൻ മോഹനും വലകുലുക്കിയതോടെ ജംഷഡ്പൂരിനെതിരെ വിജയമോഹം കാറ്റിൽ പറന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അവസാന നിമിഷം ഗോൾ വഴങ്ങി വിജയം കൈവിട്ടതിന്റെ നിരാശ മാറ്റാൻ ഉറച്ചു തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തം അങ്കത്തട്ടിൽ പോരിനിറങ്ങിയത്. ഒരു കാലത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ അജയ്യമായ കോട്ടയായിരുന്ന കൊച്ചിയിൽ വീണ്ടും ആ പഴയ പ്രതാപം വീണ്ടെടുക്കേണ്ടതുണ്ട്. 12ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് റെലഗ്രേഷൻ ഭീഷണി ഒഴിവാക്കാൻ അത് ആവശ്യം തന്നെയാണ്. മറുവശത്ത് മുംബൈ സിറ്റിക്കെതിരെ തകർപ്പൻ തിരിച്ചുവരവ് നടത്തി സമനില പിടിച്ച ആത്മവിശ്വാസത്തിൽ ജംഷഡ്പൂർ FC-യും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആക്രമണ ശൈലിയാണ് പുറത്തെടുത്തത്. മത്സരത്തിന്റെ 12ാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ പിറന്നു. ഇടത് വിങ്ങിലൂടെ ശരവേഗത്തിൽ പന്തുമായി ബെനാരിഫ് കുതിക്കുന്നു. പ്രതിരോധിക്കാമെന്ന ഡിഫൻഡറെ ഡ്രോഗ് ബാക്കിലൂടെ കബളിപ്പിച്ച് ബോക്സിൽ നിലയുറപ്പിച്ച നിഹാൽ സുധീഷിനെ ലക്ഷ്യമാക്കി അളന്നുമുറിച്ച ഒരു ക്രോസ് എത്തിക്കുന്നു. എതിർ ഡിഫൻഡറുടെ സാന്നിധ്യമുണ്ടെങ്കിലും അനായാസം ഹെഡർ ചെയ്ത് പന്തിനെ വലയിലേക്ക് ഇടുന്നു. നിഹാലിന്റെ ഫിനിഷിങ്ങും ബെനാരിഫിന്റെ തന്ത്രപരമായ നീക്കവും ബ്ലാസ്റ്റേഴ്സിന് ആഗ്രഹിച്ച തുടക്കം നൽകി. ആദ്യ പകുതിയുടെ അരമണിക്കൂർ പിന്നിടുമ്പോഴും സമനില ഗോളിനായി ജംഷഡ്പൂർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മത്സരത്തിന്റെ ഗതി നിർണയിച്ച ആ 42ാം മിനിറ്റ് ജംഷഡ്പൂരിന്റെ പ്രതിരോധ കോട്ടകൾ തകർത്തെറിഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ 2ാമത്തെ ഗോളും സ്വന്തമാക്കുകയാണ്. ഈ ഗോളിന് പിന്നിൽ ഫ്രാൻസിസ്കോയുടെ തന്ത്രപരമായ നീക്കമായിരുന്നു. മൈതാന മധ്യത്തിൽ നിന്ന് ഡാനിഷാണ് തുടക്കം ആരംഭിച്ചത്. ഡാനിഷ് ഫ്രാൻസിസ്കോയെ കൃത്യമായ ഒരു പാസിലൂടെ കണ്ടെത്തുന്നു. ഫ്രഞ്ചു നിഹാലിലേക്കും നിഹാലിന്റെ ത്രൂ പാസ് കൃത്യമായി ഗണിച്ച് തന്റെ സ്ഥാനം മെച്ചപ്പെടുത്തി ബോക്സിലേക്ക് കുതിച്ചു. നിഹാലിൽ നിന്നും തിരികെ ലഭിച്ച പന്ത് അതിമനോഹരമായ ക്രോസിലൂടെ ബോക്സിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തിക്കുന്നു. ആ അവസരം പാഴാക്കാതെ സർവശക്തിയും ആവാഹിച്ചുകൊണ്ട് കൃത്യമായ ഹെഡറിലൂടെ വിപിൻ പന്തിനെ വലയിലാക്കി. 2 മലയാളികളുടെ ഗോളും ടീമിലെ പുതുമുഖങ്ങളുടെ അസിസ്റ്റും ചേർന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ സുശക്തമായ പ്രതിരോധം ഭേദിക്കാൻ ജംഷഡ്പൂർ കഠിനമായി പണിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും കളി പൂർണ്ണമായും കൊമ്പന്മാരുടെ പക്കലിലായിരുന്നു. 2ാം പകുതിയിൽ ജംഷഡ്പൂർ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും കാര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. തൊട്ടതെല്ലാം പിഴക്കുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ വ്യക്തമായ പ്ലാനിങ്ങോടെ മത്സരം നിയന്ത്രിച്ചു. അവസാന നിമിഷം എസ്സെക്ക് റെഡ് കാർഡ് ലഭിച്ചത് ജംഷഡ്പൂരിനെ തീർത്തും സമ്മർദ്ദത്തിലാക്കി. ഒടുക്കം ഫൈനൽ വിസിൽ മുടങ്ങിയതോടെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് സ്വന്തം തട്ടകത്തിൽ ജംഷഡ്പൂരിനെ നിലം പരിശരാക്കിയാണ് കൊമ്പന്മാർ കളം വിട്ടത്. സിസ്റ്റം രീതിയിൽ നടക്കുന്ന ഈ സീസണിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ ഇല്ലാത്തതിനാൽ ഓരോ പോയിന്റും വിലപ്പെട്ടതാണ്. നിലവിൽ 15 പോയിന്റുമായി 5ാം സ്ഥാനത്തുള്ള ജംഷഡ്പൂരിന് കിരീടം നിലനിർത്തണമെങ്കിൽ 1ാമതെത്തണം. അതിന് ശേഷിക്കുന്ന മത്സരങ്ങളിൽ എല്ലാം തന്നെ അവർക്ക് വിജയം അനിവാര്യമാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് പട്ടികയുടെ താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വരാനുള്ള ഓരോ ജീവശ്വാസമാണ് വരാനിരിക്കുന്ന ഓരോ മത്സരങ്ങളും. ഇന്നത്തെ 3 പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുകയാണ്.